നമ്മൾ ഇവരുടെ അടുത്ത് എത്തുമ്പോൾ ഇവരുടെ വിഷയം ഓൾമോസ്റ്റ് സെറ്റാണ്, സമൂഹത്തിന് അറിയുന്ന ഒന്നാണ്. മറിച്ച് ഡോക്ടറിൻ്റെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ കേരള ആസ് എ സ്റ്റേറ്റ് സ്റ്റിൽ അൺഅവെയർ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഓക്കി പോലത്തെയുള്ള ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ മാഡം നേരിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അകത്ത് വിക്ടിംസിനോട് ഇടപെടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്ന്, ഈ വിഷയം അവർക്ക് തീരെ പരിചിതമല്ല. രണ്ട്, ദേ ആർ ഓൺ എന്താ പറയുക ലൂസർ, അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ റിസീവിങ് എൻഡിൽ നിൽക്കുന്നത്, വിക്ടിംസായിട്ട് നിൽക്കുന്നത് അവരാണ്. മൂന്ന്, ഇറ്റ്സ് എ ലേഡി കമ്മിങ് ആൻഡ് ടോക്കിംഗ് ടു ദം. ഈ മൂന്ന് ഇഷ്യൂസ് എങ്ങനെയാണ് മാഡം മാനേജ് ചെയ്ത്? എനിക്ക് തോന്നുന്നു അതിൽ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റെ മെച്ചം കുറെ കൂടി സ്ത്രീകൾ സംസാരിക്കുന്നതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പുരുഷന്മാർ സംസാരിച്ച മോശം എന്നല്ല, പക്ഷേ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടുകൂടി ഒരു വിഷയത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലീഡ ജേക്കബ് മാഡം ഒരു കാര്യം പറഞ്ഞില്ലേ, അവിടെ മൂത്രപ്പുരകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാഡമാണ് ആദ്യം ചെയ്ത് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സമയത്ത് ഈ സ്കൂളുകളിലേക്ക് മാറ്റി പാർപ്പിക്കും, അവിടെ കഞ്ഞിയും പയറും ഉണ്ടാക്കി ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ആ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം പറയുകയാണ്. ഈ നമ്മളൊരു റിലീഫ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പൊതുവേ ഒരു പുരുഷനായിരിക്കും ആ കാര്യങ്ങളൊക്കെ. റിലീഫ് ക്യാമ്പിൻ്റെ മാനേജർ എന്ന് പറയുന്ന ഒരു പുരുഷനാണ്. ഇത് സാധനങ്ങളൊക്കെ എത്തിക്കുക, അവിടെ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം വിതരണം ചെയ്യുക, അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ കാണും, സ്ത്രീകളുണ്ടാവും. ഈ സ്ത്രീകൾക്ക് ഒരു വസ്ത്രമോ ഒന്നും ഇല്ലാതെ, അതായത് ഉടുത്തിരിക്കുന്ന വസ്ത്രം അല്ലാതെ വേറെ ഒന്നും ഇല്ലാതെയാണ് അവരവിടെ ആ ക്യാമ്പിലേക്ക് വരുന്നത്. അവർക്ക് പകരം ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോൾ സാരി കൊണ്ടുവരും, അല്ലെങ്കിൽ നൈറ്റി കൊണ്ടുവരും, എന്തെങ്കിലും പൊതുവേ സാരിയും ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ ഗാർമെൻറ്റ് വേണം എന്നുള്ളത് ഒരു പുരുഷന് ഓർത്തോണം എന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ ഈ സാരി വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല, ഒരു അണ്ടർ സ്കർട്ട് വേണം, ഒരു ബ്ലൗസ് ഇടുന്നതിന് മുമ്പ് ഒരു ബ്രാസിയർ വേണം. ഇത് പറയാൻ തന്നെ ഒരു പുരുഷൻ്റെ അടുത്ത് പറയാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ തന്നെ അവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവർക്ക് ആർത്തവകാലമാണ് എന്നുണ്ടെങ്കിൽ ഇവർ വിഷമിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടുകൂടി പറയുന്നതിൽ, സംസാരിക്കുന്നതിൽ, പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. ഒരു കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടല്ലോ സമൂഹം. അതായത് സ്ത്രീ ജോലി ചെയ്തോ, അവർ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഉന്നത വിദ്യ, ഇതൊന്നും അവിടെ പ്രശ്നമല്ല. കുടുംബത്തിൽ എങ്ങനെയാണ് സ്ത്രീ എന്നുള്ളതാണ് ഏറ്റവും വലിയ അളക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട്. അപ്പോൾ അവിടെ തോൽക്കരുത്. മറ്റ് ഔദ്യോഗിക രംഗത്ത് നമ്മൾ തോൽക്കാൻ പാടില്ല. അവരോടൊപ്പം മറ്റുള്ള ആളുകളോടൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 5 ഇരട്ടി ജോലി ചെയ്യേണ്ടി വരും. സമൂഹം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ കൗണ്ടർ പാർട്ടിനേക്കാളും പുരുഷനേക്കാളും, അതേ പോസ്റ്റിലുള്ള ഒരു പുരുഷനേക്കാളും 5 ഇരട്ടി ജോലി, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. അപ്പം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം സഹായം ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് സങ്കല്പങ്ങൾ, അതായത് 2 സംസ്കാരങ്ങൾ, ഇതെല്ലാം കൂടിയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് ആ സപ്പോർട്ട് കിട്ടിയെന്ന് വരികയില്ല. ഈ ദുരന്ത നിവാരണ രംഗത്ത് ഈ പ്രത്യേകിച്ച് ഈ എന്താണ് ജിയോളജിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, ഭൗമശാസ്ത്ര പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂകമ്പം നടക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ ഇതിലെല്ലാം നമ്മൾ പോയി ആളുകളുടെ അടുത്ത് സംവദിക്കേണ്ടി വരും. ഈ മുഖ്യമായിട്ട് കളക്ടറാണ് അത് ചെയ്യുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ എന്താണ് ഒരു അവയർനെസ്, അവരുടെ ബോധവൽക്കരണ രംഗത്തോ ഒക്കെയാണ് നമ്മുടെ കൂടുതൽ എൻ്റെ റോള് വന്നിട്ടുള്ളത്. സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഔദ്യോഗികമായിട്ട് സംസാരിച്ചാൽ ആ ഔദ്യോഗിക തലത്തിൽ എൻ്റെ കുഴപ്പം കൊണ്ടും ആവാം. പൊതുവെ ഒരു സ്ത്രീയെ അംഗീകരിക്കുന്നതിലൊരു ചെറിയ വൈമുഖ്യം പൊതുവെ കണ്ടുവരാറുണ്ട്. ഈ അതിനെ അങ്ങോട്ട് എന്താണ് ഭേദിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര എക്സ്ട്രാ എനർജി നമ്മൾ ഇടണം. ഈ എൻ്റെ PhD സമയത്ത്, PhD ഞാൻ ഒരു സാധാരണ സ്ത്രീകളെ എടുക്കാത്തൊരു വിഷയമാണ്
എടുത്തത്, പാലക്കാടൻ ചുരത്തിന്റെ ഉത്ഭവം. ആ ഉത്ഭവം അത് ഞാൻ വളരെ അതിനാണ് യുവ ശാസ്ത്രജ്ഞയ്ക്കുള്ള അവാർഡ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഗർഭിണിയാണ്, ഞാൻ ഈ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടിട്ട് ഈ പശ്ചിമഘട്ടം കയറുക, അതിൽ 100 ചതുരശ്ര കിലോമീറ്റർ, സാധാരണ അത് 25 ചതുരശ്ര കിലോമീറ്ററൊക്കെ എടുത്താൽ മതി. പക്ഷെ അപ്പോൾ ഒരുതരം വാശിയാണ്. നമ്മൾ ഇത് തോക്കില്ല, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു വാശി, അത് നമ്മുടെ ഉള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ ചില സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്ന സ്ത്രീകൾ അവരറിയാതെ തന്നെ ഇങ്ങനെ ചില രേഖപ്പെടുത്തലുകൾ വരുന്നത് നിവൃത്തികേടിൻ്റെ ഒരു അറ്റത്ത് കയറി നിൽക്കുമ്പോൾ, ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ജോലി വേണം എന്ന് പറയുമ്പോൾ മദ്യവിൽപ്പനശാലയിലും നമ്മൾ പോയി നിൽക്കാൻ എന്തുകൊണ്ട് പറ്റില്ല, പോവാം എന്ന് വിചാരിക്കുന്ന അതെല്ലാം അടയാളപ്പെടുത്തലുകൾ ആണ്. ഒരു പക്ഷെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും എനിക്ക് ഈ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ മരണം, അത് കഴിഞ്ഞ് അച്ഛൻ തീരെ കിടപ്പിലാകുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു രംഗം, ഒരു സംഭവം, അച്ഛൻ തീരെ സുഖമില്ലാതെ അച്ഛൻ്റെ കാലുകൾ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ അച്ഛനെ നോക്കാൻ വേറെ ആരുമില്ല, ഞാനാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയം കേന്ദ്ര സംഘം ഒരു ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതെല്ലാം കണ്ട് ഇത് എന്താണ് അതിൻ്റെ അസസ്മെൻറ്റ് നടത്താനായിട്ട്, അതിനെ വിലയിരുത്താൻ വേണ്ടി, എത്രത്തോളം നഷ്ടമുണ്ടായി എന്ന് വിലയിരുത്താൻ വേണ്ടി ഒരു കേന്ദ്ര സംഘം വരികയാണ്. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അച്ഛൻ്റെ കട്ടിലിൻ്റെ അരികത്തിരിക്കുകയാണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞു, ഈ പ്രസൻറ്റേഷൻ നടത്തണം, ഈ ഫ്ലഡിനെ പറ്റി എത്രത്തോളം നഷ്ടമുണ്ടായി എന്നുള്ള ഡേറ്റ ഒക്കെ അവിടെ എത്തിച്ച് തരാം, പ്രസൻറ്റേഷൻ നടത്തണം, പിറ്റേ ദിവസമാണ് പ്രസൻറ്റേഷൻ. ഞാൻ അവിടുന്ന് വിട്ടുവരുന്നാൽ എൻ്റെ അച്ഛനെ നോക്കാൻ അവിടെ ആരുമില്ല, വേറൊരാളെയും കൈമാറി എനിക്ക് അവിടെ ഏൽപ്പിക്കാൻ ആരുമില്ല. ആ സമയത്ത് നമ്മൾ ചില ഈ ജോലിക്കും നമ്മുടെ കർത്തവ്യങ്ങൾക്കും കുടുംബ ചുമതലകൾക്കും ഇടയിൽ വീർപ്പ് മുട്ടിപ്പോകുന്ന ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വരണം. ജേർണലിസം ഒരു കാലഘട്ടത്തിൽ മലയാളികൾ വളരെയധികം ഇഷ്ടപ്പെട്ട, എന്താ പറയുക, ഇൻ്റലക്ച്വൽ ഇൻവോൾവ്മെൻ്റ് ആവശ്യമുള്ള ഒരു മേഖലയായി അംഗീകരിച്ച ഒരു മേഖലയാണ്. പക്ഷേ ഈ വിഷ്വൽ ജേർണലിസം കാലഘട്ടം തുടങ്ങിയതോടുകൂടി സ്ത്രീകൾ പ്രിന്റ് ജേർണലിസത്തിലേക്ക് വരുന്നതിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയും പൊടുന്നനെ എല്ലാവരും വിഷ്വലിലേക്ക് തിരിയുകയും ചെയ്യുകയുണ്ടായി. പ്രിന്റ് ജേർണലിസത്തിൽ നമുക്ക് മുകളിലേക്ക് ചെല്ലുന്നവരും നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള 1-2 പേരുകളെ ഇപ്പോഴും പ്രിന്റ് ജേർണലിസത്തിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് മലയാളത്തിലുള്ളൂ എന്നുള്ള സാധ്യത കുറവാണോ? കാരണം എനിക്കിപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ കൂടുതൽ പേര് ഈ ജേർണലിസത്തിൽ വരുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ വിഷ്വൽ മീഡിയയുടെ ആകർഷണം തന്നെയാണ്. അപ്പം അത് 2 കാരണങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ പ്രിന്റ് മീഡിയയിൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സ്, നമ്മുടെ വർക്കിംഗ് രീതികൾ, അതൊക്കെ എപ്പോഴും ഒന്നുകിൽ നമ്മൾ ആ എഴുതപ്പെടുന്ന ലേഖനത്തിലോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതിലോ മാത്രമേ അത് പ്രതിബിംബിക്കുള്ളൂ. അത് തന്നെ പലപ്പോഴും നമ്മളെ പേര് വരണമെന്നില്ല, നമ്മൾ സ്വന്തം ലേഖക, സ്വന്തം ലേഖിക, സ്വന്തം ലേഖക എന്നൊക്കെയാണ്. അപ്പം നമ്മൾ അറിയപ്പെടുന്നില്ല. അപ്പം ഈ ഒരു താല്പര്യം പുതിയ ജനറേഷനെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ടാവും, ഈ വിഷ്വൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതൽ വരുന്നതിൻ്റെ ഒരു കാരണം. പക്ഷേ 2 മേഖലയിലായാലും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ അവർ പ്രിന്റ് മീഡിയ ആണോ അല്ലെങ്കിൽ ശ്രവ്യ മീഡിയ ആണോ, അതൊന്നും ഒരു വിഷയമല്ല. നമ്മളിപ്പം നേരിടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ നേരത്തെ ലിഡ ജേക്കബ് മാം പറഞ്ഞു, മാധ്യമത്തിൻ്റെ സപ്പോർട്ടാണ് വാസ്തവത്തിൽ പല കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു സഹായമായി ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇതിനെ കാണുന്നവരുണ്ട് മാധ്യമത്തെ. പക്ഷെ എന്താണ് മാധ്യമം, എങ്ങനെയാണ് അത് നമ്മുടെ സമൂഹത്തിൽ പ്രതിബിംബിക്കുന്നത്, അതൊരു വലിയ വിഷയമാണ്. പക്ഷേ സ്ത്രീപക്ഷമായി എങ്ങനെയാണ് മാധ്യമം വരുന്നത്, സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവോടുകൂടി എങ്ങനെയാണ് മാധ്യമം പ്രവർത്തിക്കുന്നത്, അത് നമ്മൾ 2 മേഖലയിൽ നിന്ന് ഇതിനെ കാണണം. ഒന്ന് ആ മാധ്യമത്തിനകത്തുള്ള സ്ത്രീകളുടെ പ്രശ്നവും, ഒന്ന് മാധ്യമം കൊണ്ടുവരുന്ന സ്ത്രീകളുടെ പ്രശ്നവും. അകത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലം മാധ്യമം. പൊതുവെ മാധ്യമരംഗത്ത് അതിനെ എങ്ങനെ നിയന്ത്രിക്കണം, ആര് നിയന്ത്രിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ നടക്കുന്ന സമയമാണ്. നമ്മുടെ മാധ്യമം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവെ കണ്ടുവരുന്നത് എല്ലാം ഒന്നുകിൽ കോർപ്പറേറ്റ്സ് നിയന്ത്രിക്കുന്നത്,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീർച്ചയായിട്ടും മേജർ കോർപ്പറേറ്റ് ഹൗസസ് ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റ് സഹായങ്ങളോടുകൂടിയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അങ്ങനെ ഇതൊരു വലിയൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് താല്പര്യങ്ങൾ വന്നതോടുകൂടി മാധ്യമങ്ങളിലേക്ക് ഒരുപാട് അപജയങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു വാർത്തയുടെ, നേരത്തെ പറഞ്ഞ ഒരു വാർത്ത നമ്മൾ കാണുമ്പോൾ സത്യമാണോ അതോ അത് പെരുപ്പിച്ചതാണോ അതോ അത് കള്ളമായി വന്നതാണോ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ വാർത്തയുടെ ആയുസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണ്ടു മറഞ്ഞങ്ങ് പോവുക. ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി വന്നു, അതങ്ങനെ വലിയൊരു പ്രമാദമായൊരു കുറേ പേരുടെ ജീവിതത്തെ അടിച്ചോടച്ച് അതിൻ്റെ വസ്തുതകൾ അറിയാതെ അവരും പിന്നെ ഇരകളും പ്രതികളാണ്, പിന്നെ വേട്ടക്കാരും പ്രതികളാണ് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്ന വിധത്തിൽ ആകെ ഒരു ഇതുണ്ടാക്കിയിരിക്കുക. അപ്പം മാധ്യമം ധർമ്മം എന്ന് പറയുന്നത് എവിടെയാണ്? അത് അങ്ങനെ ചില ധർമ്മങ്ങൾ എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരുപാട് വനിതാ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ വഴിയും അവരുമായിട്ടുള്ള നിത്യമായി നമ്മൾ ഇടപെടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ വളരെ ബോൾഡായി നല്ല സാമൂഹ്യ ബോധത്തോടെയുള്ള റിപ്പോർട്ടിങ്ങിന് കമ്മിറ്റഡായി ജെൻഡർ റിപ്പോർട്ടിങ്ങിന് തയ്യാറാവുന്നുണ്ട്. അതെനിക്കൊരു വലിയ സന്തോഷം തരുന്നത്. രാവിലെ ഈ നേരത്തെയും നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആകർഷണ വലയത്തിൽ വന്ന് ദൃശ്യമാധ്യമങ്ങൾ വരുന്നവരല്ല. അവർ വളരെ കമ്മിറ്റഡായി വരുന്ന കുറേ പെൺകുട്ടികളെ. അതിൽ നമുക്കറിയാം അങ്ങനെ ഒരു നിലപാടുള്ളത് കൊണ്ടാണ് ഗൗരി ലങ്കേഷ് കൊല ചെയ്യപ്പെട്ടത് ഇവിടെ. അപ്പം നിങ്ങൾ വില കൊടുക്കും. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിലപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഗൗരി ലങ്കേഷ് എന്ന് പറയുന്നത് എനിക്ക് വളരെ, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മാധ്യമ കൂട്ടായ്മയിൽ NWMA എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘത്തിലൊക്കെ ഉള്ളവരാണ്. അവരെടുത്ത നിലപാടുകൾ എന്ന് പറയുന്നത് ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ചോദ്യം ചെയ്യപ്പെടേണ്ട നമ്മുടെ എന്താ പറയുക രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായി വളരെ ബോൾഡായി അവരുടെ മുഖപ്രസംഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നല്ല അസലായി വളരെ കാര്യകാരണ സഹിതം ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത് ഭരണകൂടങ്ങളോട്. അത് തീർച്ചയായിട്ടും ഈ നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ആ പരിസ്ഥിതിയോടും സമൂഹത്തോടും തോന്നിയ അവരുടെ ആർജവം തന്നെയാണ് അത് ചെയ്തത്.